ഹായ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ ഇതിൽ എണ്ണ വളരെ കുറച്ച് മാത്രം മതി, ഫ്രൈ ചെയ്തിട്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml അളവ് കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് കപ്പളവില്ലെങ്കിൽ ഗ്ലാസ്സിലെടുത്താൽ മതി. ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കോൺഫ്ലോർ തന്നെ ചേർത്ത് കൊടുക്കണം. അതിന് പകരമായിട്ട് മൈദ ഒന്നും യൂസ് ചെയ്താൽ ശരിയാകില്ല. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നൈസായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ്. കോൺഫ്ലോറും അരിപ്പൊടിയും 5 ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചിട്ടുള്ള അളവാണ് 1/2 കപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുപ്പൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ടുള്ള മുട്ടയാണ്. തണുപ്പോടെ ആയാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് പാല് ചേർത്തിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ പാല് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം മാത്രം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ല ടേസ്റ്റ് കിട്ടാനും പിന്നെ മുട്ടയുടെ മണമൊന്നും ഒട്ടും അറിയാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇതിനി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ പാല് മൊത്തത്തിൽ ഒന്നിച്ച് ചേർക്കരുതെന്ന് പറഞ്ഞത്, നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് പഞ്ചസാര നനവ് തട്ടുമ്പോൾ കുറച്ചൊന്ന് മെൽറ്റായിട്ട് ലൂസായി പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് മിക്സാക്കി തുടങ്ങുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് തോന്നും. അപ്പോൾ പിന്നെ പാലങ്ങ് കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. ഇതേപോലെ 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ 1/4 കപ്പും 1 ടേബിൾ സ്പൂണും പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്ര തന്നെ മതിയാവും ഈ ഒരു റെസിപ്പിക്ക്. പിന്നെ നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ അളവനുസരിച്ചിട്ട് ചിലപ്പോൾ പാല് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത്ര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടോ മിക്സാക്കി എടുത്താൽ മതി. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് പത പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ നല്ലത് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. ഇതിലേക്ക് ഇനി 3 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതും നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഒരുപാട് ലൂസായി പോരുത്. ഞാനൊരു സ്പാച്ചില വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും മാവ് മിക്സ് ആവാതെ ഉണ്ടെങ്കിൽ അത് ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതൊരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ നമ്മൾ കെച്ചപ്പൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന ആ ഒരു ബോട്ടിലോ എടുത്താൽ മതി. ആ ബോട്ടിലാകുമ്പോൾ കൂടുതലായിട്ട് വലിയ ഹോളാണെങ്കിൽ ശരിയായില്ല. അതുകൊണ്ട് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് ഏതെങ്കിലും റബ്ബറൊക്കെ ഇട്ടിട്ട് ഒന്ന് ടൈറ്റായിട്ട് വെക്കണം. ഇതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വലുപ്പത്തിൽ ഹോളാക്കരുത്. ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ട് മീഡിയത്തിനും ലോയിലും ഇടയിലാക്കി വെച്ചിട്ട് വേണം ഇതിങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം ഇതുപോലെ റൗണ്ടിൽ ഒന്ന് പൈപ്പ് ചെയ്തിട്ട് അതിന് ചുറ്റും ഇതുപോലെ അങ്ങ് പൈപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ജിലേബിയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെയൊക്കെ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒരുപാട് കനത്തെ ചെയ്യരുത്. ഇതുപോലെ നൈസായിട്ട് വേണം പൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു മീഡിയത്തിനും ലോയിലും ഇടയിലാക്കി വെച്ചിട്ട് ഇത്
നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് നോക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മടക്കി കൊടുക്കാം. കൂടുതലായിട്ട് ക്രിസ്പി ആവാൻ വേണ്ടി നിൽക്കണ്ട. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ നല്ല ക്രിസ്പി ആവും. നമ്മളിതിൽ കോൺഫ്ലോറും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഈ പാനിലിട്ടിട്ട് ക്രിസ്പി ആക്കി എടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് കളർ മാറിപ്പോവും. ഇത് ഇനി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ഫ്ലെയിം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മീഡിയത്തിലിട്ടിട്ട് ഇതൊന്ന് ചുറ്റി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാക്കി വെക്കുക. തീരെ അങ്ങ് കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മുരിയാൻ കുറേ ടൈം എടുക്കും. സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് റോൾ ചെയ്ത് എടുത്താൽ മതി. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ്. ഇതിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. പിന്നെ ഇത് ആ ഒരു ചുറ്റിച്ചെടുക്കുന്ന സമയം മാത്രം മതി. കുക്കിംഗ് ടൈമും വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ആക്കി നോക്കുക. എന്തായാലും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാതെയാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്